ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമ്മളിന്നുള്ളത് പാൽച്ചുരത്താണ്. ഞങ്ങൾ കണ്ണൂർ യാത്രയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന പോക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പാൽച്ചുരത്തിൻ്റെ ടോപ്പിൽ വിശ്രമിക്കുകയാണ് കേട്ടോ. പാൽച്ചുരത്തിൻ്റെ ടോപ്പിൽ, ഏറ്റവും ടോപ്പിൽ എത്തിത്തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് മത്സരിക്കുക. അതപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ ഈ സ്കൂട്ടിയിലാട്ടോ വന്നേ. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. വൈഫുണ്ട്, പിന്നെ കുഞ്ഞൂട്ടനുണ്ട്, ഇപ്പോൾ ശ്രീകുട്ടൻ ഇവിടെയുണ്ട്. ശ്രീകുട്ടൻ കുരങ്ങുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുരങ്ങൻ ഞങ്ങളുടെ വണ്ടിയിൽ മാങ്ങയുണ്ട്. അപ്പം മാങ്ങ എടുത്ത് തിന്നാനുള്ള പരിപാടി കേട്ടോ. വണ്ടിക്കകത്ത് മാങ്ങ ഉണ്ടോ? ഇതുണ്ട മാങ്ങ. അപ്പം മാങ്ങ തിന്നാനുള്ള പരിപാടിയാണ്. അപ്പോൾ അവന്മാർ താഴെ കുഴിയിൽ വന്ന് ഇങ്ങനെ പാത്ത് നിൽക്കുക. ഇതുണ്ടോ, വലിയൊരു കുഴിയാണ്. ഇതുണ്ടോ, ഫുള്ള് കുരങ്ങന്മാരാണ്. കാണുന്നുണ്ടോ? ഇതാ ഈ മരത്തേലെല്ലാം ഉണ്ട്. ടോപ്പ് പണ്ട് ഉരുള് പൊട്ടിയ സ്ഥലം കാണാം അങ്ങ് ദൂരെ. കണ്ടിനാ? ഇത് മുഴുവൻ പാറക്കെട്ടാട്ടോ. വലിയ പാറക്കെട്ടും പിന്നെ അഗാധമായ മലനിരകൾ കൊണ്ട് അടിപൊളിയാണ്. ഇതൊക്കെ ലേശം പിന്നെ എന്താ പറയുക, കുറച്ച് എക്സ്പീരിയൻസ് ആയ ഡ്രൈവേഴ്സിന് മാത്രമേ അത്ര ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ. ഡേഞ്ചറാണ്. പക്ഷേ ചുരം കുറച്ച് ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ അപകടം. ഒരുപാട് ഗിയറുകളെല്ലാം വലിച്ചിട്ട് കഴിഞ്ഞാൽ വലിയൊരു അപകടം പിടിച്ച ചുരമാണ് പാൽച്ചുരം കേട്ടോ. നമ്മൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് കയറുമ്പോൾ കൊട്ടിയൂരമ്പലം കഴിഞ്ഞ് പിന്നെ പാൽച്ചുരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതിന് തൊട്ട് മേലെ മാക്സിമം ഒരു കിലോമീറ്റർ. അപ്പോൾ 1 കിലോമീറ്റർ ആകുമ്പോൾ ചുരം ആരംഭിക്കും. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്നതും അത് ശരിക്കും MBDയുടെ ആ പ്രയോഗം ശരിയാണ്. കയറുന്നത് ഏതാണോ ആ ഗിയറിൽ തന്നെ ഇറങ്ങണം എന്ന് പറയുന്നത് ഏകദേശം കണ്ണിങ് ആവും. അതെനിക്ക് തോന്നണത്. അപ്പോൾ ഞങ്ങളിവിടെ ഈ കൊച്ചു വണ്ടിയിലല്ലേ ഞങ്ങൾ 3 പേരും കൂടെ വന്നത്, 4 പേരും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞാനും മക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിരിച്ചൊരു വൈഫും കൂടെ ആയപ്പോഴത്തേനും ഏകദേശം എത്ര ഭാരം വരുമെന്ന് വെച്ചാൽ 70, 79. ഞാൻ 79. അപ്പം 80 കൂട്ടിയാൽ 130. ഇമാർ രണ്ടും കൂടെ ഒരു 170 ഭാരമുണ്ട്. 170 ഭാരമൊക്കെ നമ്മുടെ വണ്ടി നല്ല അടിപൊളിയായിട്ട് വലിഞ്ഞു കയറും കേട്ടോ. ഇത് എൻഡോർക്കിൻ്റെ 125 ആണ്. എൻഡോർക്ക് 125. അപ്പോൾ അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ താഴെ വരുന്ന ഓട്ടോറിക്ഷയൊക്കെ കയറി വരുന്നുണ്ടോ? കരഞ്ഞാണ് കയറി വരുന്നത്. ഓട്ടോറിക്ഷയൊക്കെ കരഞ്ഞാണ് കയറി വരുന്നത്. പിന്നെ ഇതിൻ്റെ മേലഭാഗം കണ്ടോ? മേലഭാഗം പാറക്കെട്ടാണ്, ഫുള്ള് പാറക്കെട്ട്. ഇതുണ്ടോ? മഴക്കാലത്ത് ഇടിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടി ഫുള്ള് പാറക്കെട്ടും പിന്നെ ഈ കള്ളിമുൾച്ചെടി പോലത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് തടയാൻ വേണ്ടിയിട്ട്, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് കുഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പാൽച്ചുരത്തിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തി. അപ്പോൾ ഇവന്മാർ കുരങ്ങിനെ കല്ല് വെച്ചെറിഞ്ഞിട്ട് കുരങ്ങെല്ലാം പോയി കേട്ടോ. ഇല്ല, കുരങ്ങിനെയും കൂടെ ഒന്ന് കാണാൻ. അപ്പോൾ ഞാനേ എന്തായാലും KSRTC നമ്മുടെ ആനവണ്ടി കയറി വരുന്നുണ്ട്, അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആനവണ്ടി കയറ്റം കയറി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ആനവണ്ടിയും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇനിയൊരു ഗിയറില്ല വണ്ടിക്ക്, ലാസ്റ്റത്തെ ഗിയറാണ് കേട്ടോ. ഇനിയൊരു ഗിയറില്ല. കണ്ടാ നമ്മൾ ആനവണ്ടി. അപ്പോൾ ഈ കയറ്റം കയറി വന്നതിന് ശേഷമാണ് പിന്നെ ഗിയർ ചേഞ്ച് ആയത്. അപ്പോൾ ഒരെണ്ണം ഇറങ്ങിയും വരുന്നുണ്ട് കേട്ടോ. അതായത് നല്ല സുന്ദരമായ കാഴ്ചയാണ്. ഒരെണ്ണം കയറിപ്പോയി, അപ്പോൾ അടുത്തത് ഒരെണ്ണം ഇറങ്ങി വരുന്നുണ്ട്. ഉണ്ടോ? എരച്ചാണ് ഇറങ്ങുന്നത്. അപ്പം ഞങ്ങളെ പാൽച്ചുരം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. ശ്രീകുട്ടാ
ബായ് പറ, ബായ് പറ. കുഞ്ഞുട്ടൻ അവിടെ നിന്ന് ബായ് പറയുന്നു, ഇവിടെ വന്ന്, ഇവിടെയാ കാണുന്നത്. ബായ് ബായ് കുഞ്ഞുട്ടാ. മഞ്ജു, ടാറ്റാ, ബൈ ബൈ.